കേരളയിലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമോ എന്നുള്ളത് നാളെ അറിയാം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കേരളയിലുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളും. സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കൽ, ഭൂമി ഏറ്റെടുക്കൽ, വിജ്ഞാപനം റദ്ദാക്കൽ, പദ്ധതി പൂർണ്ണമായും റദ്ദാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് സർക്കാർ പരിഗണനയിൽ ഉള്ളത്. ഇക്കാര്യം ആവശ്യപ്പെട്ട സമരസമിതി മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകുകയും ചെയ്തു. നാളത്തെ ക്യാബിനറ്റിൽ പരിഗണിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായി സമരക്കാർ അറിയിച്ചിട്ടുണ്ട്. പദ്ധതി പിൻവലിച്ചില്ല എങ്കിൽ സമരം തുടരുമെന്നും സമരസമിതി പറയുക. ഉത്തരവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ്, ഭൂമി മരവിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് വന്ന ആളുകൾക്കെതിരെ നൂറുകണക്കിന് കേസുകളുണ്ട്. അപ്പോൾ അത് പിൻവലിക്കണം, ഉത്തരവ് ഇറക്കി ഇത് പദ്ധതി പിൻവലിച്ചതായി ഉത്തരവിറക്കണം തുടങ്ങിയുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിവേദനമാണ് നൽകിയത്. അങ്ങനെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമരസമിതി ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ സമരത്തിന് ഇറങ്ങും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ ഇതുവരെയും അസ്തമിച്ചിട്ടില്ല. സുനിഷ അയ്യലൂർ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. സുനിഷായി, രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ കേരളയിലുമായുള്ളൊരു മുന്നോട്ട് പോക്ക്, അതോടൊപ്പം വീട്ടുമുറ്റത്തെ വീട്ടുകാരുടെ സമ്മതം പോലും ചോദിക്കാതെ നാട്ടിയ മഞ്ഞക്കുറ്റികൾ, ഇതൊക്കെ ആ സർക്കാരുണ്ടാക്കിയ ക്ഷീണവും ഒരു തോൽവിക്ക് കാരണമായി എന്നുള്ളതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമുക്കറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്ന് സമരസമിതി നേതാക്കൾക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയ പല ഉറപ്പുകളുമുണ്ട്. അവരിപ്പോൾ ഈ ആവശ്യപ്പെടുന്നത് ആ ഉറപ്പുകൾ പാലിച്ചു കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ സർക്കാരിന് കഴിയുകയുമില്ല. ഏത് തലത്തിലായിരിക്കും നാളത്തെ സർക്കാർ ആലോചന? ഷിഹാസെ, അതാണ് കഴിഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് കേരളയിൽ വരും കേട്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ എത്തുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഈ സമരത്തിലെല്ലാം, സമരസമിതിയുടെ ഭാഗമായി സമരത്തിലെല്ലാം ഇവർക്ക് പിന്തുണ അറിയിച്ചു കൊണ്ടുപോയ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ നാളത്തെ ക്യാബിനറ്റിൽ അത് പരിഗണിക്കും. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി തന്നെ റദ്ദാക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിർണായക തീരുമാനം നാളെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് സമരക്കാരും പ്രതീക്ഷിക്കുന്നത്. സമരസമിതി ഇന്ന് ഈ നിവേദനം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. ഷിഹാസ് പറഞ്ഞതുപോലെ 2019 ഈ പദ്ധതിയുമായി LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ഈ മഞ്ഞക്കുറ്റികൾ ഓരോ ഇടങ്ങളിലും, ഒരുപക്ഷെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 11 ജില്ലകളിൽ ഇങ്ങനെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുന്നതും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളുമെല്ലാം നമ്മൾ നിരന്തരം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അതിന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സമരക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുക എന്നുള്ളത് തന്നെയാണ്. പദ്ധതിയിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന് ഈ ഭൂമി കൈമാറ്റ വിജ്ഞാപനം അത് പിൻവലിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ കോട്ടയം മാടപ്പള്ളിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ജനകീയ സമരമായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത ജയിലിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള നടപടികൾ അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കേസുകളെല്ലാം പിൻവലിക്കണമെന്നൊരു ആവശ്യം കൂടി സമരസമിതി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ചുമത്തി, അതായത് പോലീസ് അതിക്രമത്തിൽ നിരവധി പേർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അവർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യം കൂടി സമരസമിതി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ആവശ്യങ്ങൾക്കെല്ലാം അനുഭാവപൂർണമായ ഒരു നിലപാട് അത് ഈ UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ സമരസമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അടുത്ത ക്യാബിനറ്റിൽ, അതായത് നാളെയാണ് ക്യാബിനറ്റ്, അടുത്ത ക്യാബിനറ്റിൽ തന്നെ ഇത് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസത്തിലാണ് ഇപ്പോൾ സമരസമിതി ഉള്ളത്. അങ്ങനെയെങ്കിൽ നാളത്തെ ക്യാബിനറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതി റദ്ദാക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുമോ, അത് കാത്തു നിൽക്കുകയാണ് ജനം എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അങ്ങനെ അല്ല തീരുമാനമെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളവർ പറയുന്നു. പക്ഷേ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സർക്കാർ ഇവരുടെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ. ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ 2021 മുതലാണ് ഈ മഞ്ഞക്കുറ്റി ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ചെങ്ങന്നൂരിലായിരുന്നു തോന്നുന്നു ഷിഹാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. വീട്ടിനകത്ത് അടുക്കളയിലായിരുന്നു ഈ സ്ഥലം വരുന്നത്. അതുകൊണ്ട് അടുക്കളയ്ക്കകത്ത് ഈ മഞ്ഞക്കുറ്റി, കേരളയിൽ എന്നെഴുതിയ മഞ്ഞക്കുറ്റി സ്ഥാപിക്കുന്നത് അടക്കം നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ ജനകീയ സമരങ്ങൾ പല ഘട്ടത്തിലും പല ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആദ്യം പ്രാദേശിക തലത്തിലുള്ള സമരസമിതി ആയിരുന്നെങ്കിൽ അത് പിന്നീട് വലിയ ജനകീയ സമിതിയായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ കോവിഡ് കാലത്ത്, എനിക്ക് തോന്നുന്നു കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റ് കണ്ട ഏറ്റവും വലിയ സമരവും ഈ പറയുന്ന ഈ കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ ഒരു വലിയ സമരമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയ സമരങ്ങൾ, ഈ 7 വർഷക്കാലം നീണ്ട വലിയ സമരങ്ങൾ, അത് ആവശ്യപ്പെട്ടിരുന്നത് ഈ പദ്ധതി പിൻവലിക്കുക എന്നുള്ളതാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ഈ വലിയ രീതിയിൽ വീടൊക്കെ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പുനരധിവാസം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. ചെങ്ങന്നൂരിലിട്ട മഞ്ഞക്കുറ്റിക്ക് മുൻമന്ത്രി സജി ചെറിയാന്റെ പിന്തുണയൊക്കെ ലഭിച്ചിരുന്നു.
വലിയ വിവാദമായി മാറിയ ഒരു സംഭവമാണ്. കേരയിൽ വരും കേട്ടോ എന്ന അവസാന നിമിഷം വരെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ കഴിയില്ല. കാരണം കേരളിനെതിരായിട്ടുള്ള സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്ത ആളാണ് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള വി ഡി സതീശൻ. അപ്പോൾ എന്താവും കേരളിന്റെ ഭാവി നാളെ അറിയാം.